നമസ്കാരം. ഇന്ന് ഏപ്രിൽ 19 ലോക കരൾ ദിനം, വേൾഡ് ലിവർ ഡേ. എല്ലാ വർഷവും ഒരു പ്രമേയം ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യത്തെ തീം, പ്രമേയ വിഷയം നമ്മുടെ കരളിനെ രോഗരഹിതവും ആരോഗ്യത്തോടെയും നിലനിർത്തുക എന്നതാണ്. കീപ് യുവർ ലിവർ ഡിസീസ് ഫ്രീ ആൻഡ് ഹെൽത്തി എന്നതാണ് ഈ വർഷത്തെ തീം, പ്രമേയ വിഷയം. നമ്മൾ പലവരും അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് കരൾ രോഗങ്ങൾ ഒരു സൈലൻറ്റ് കില്ലർ, നിശബ്ദനായ ഒരു ഘാതകൻ, കൊലയാളിയായി നമ്മുടെ ഇടയിൽ വട്ടം ചുറ്റുന്നു. അത് ആക്രമിക്കുന്നത് എപ്പോഴാണ്, എങ്ങനെയാണെന്ന് നമ്മൾ അറിയാറില്ല. കരൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു അവയവമാണ്. ദഹനത്തിനും കൊഴുപ്പ്, പ്രോട്ടീൻ, ധാതുക്കൾ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ് എന്നിവയുടെ ആഗിരണത്തിനും സംഭരണത്തിനും സംശ്ലേഷണത്തിനും എല്ലാത്തിനും കരൾ സഹായിക്കുന്നു. നമ്മുടെ മലയാളികൾ എപ്പോഴും പറയാറുള്ളതാണ്, നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് ഒന്നിനെ നമ്മൾ കരളേ എന്ന് വിശേഷിപ്പിക്കുന്നു. അതാണ്, അത്രയ്ക്കും പ്രാധാന്യമാണ് ഈ കരളിന്. അപ്പോൾ ഈ ഒരു വാക്കിനെ കരളിൻ്റെ പ്രവർത്തനം അന്വർത്ഥമാക്കുന്നു. കരൾ രോഗങ്ങളെ നമുക്ക് എങ്ങനെ തടയാം? കൂടുതൽ പച്ചക്കറി, ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്താൻ നമ്മൾ ഉത്സാഹിക്കണം. മദ്യപാനം വർജിച്ചേ കഴിവതും മദ്യപാനം ഒഴിവാക്കണം. മാരകമായ സിറോസിസിനും ലിവർ ക്യാൻസറിനും ഇത് വഴിയൊരുക്കാനുള്ള സാധ്യതയുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, ബ്ലഡ് ഷുഗേഴ്സ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, HbA1c എന്നീ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഫാസ്റ്റിംഗ് ലൈപ്പിഡ് പ്രൊഫൈൽ, രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവ്, അതായത് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് എന്നിവയെല്ലാം നമ്മൾ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തണം. അതിനായി ഈ ടെസ്റ്റും ഇടയ്ക്കിടയ്ക്കായി ചെയ്യണം. ഷുഗർ, കൊളസ്ട്രോൾ, അമിതവണ്ണം ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ, കൂടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് സംജാതമാവുന്ന ഒരു കരളിൻ്റെ ഭേദമാണ്, ഒരു സ്ഥിതിവിശേഷമാണ് ഫാറ്റി ലിവർ. അതിനെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് വന്നു കഴിഞ്ഞാൽ അത് കാലക്രമേണ ലിവർ സിറോസിസ്, ക്രോണിക് ലിവർ ഡിസീസിലേക്കും ലിവർ ക്യാൻസർ, ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമയിലേക്കും വഴിയൊരുക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണ രീതിയും ഷുഗർ, കൊളസ്ട്രോൾ എന്നിവയുടെ നിയന്ത്രണത്തെക്കുറിച്ചും കൂടുതലായി നമ്മൾ പറയുന്നത്. വ്യായാമം ദിനചര്യയുടെ ഭാഗമായി മാറ്റുക. മാരകമായ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന വ്യാധിയെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ കുത്തിവെപ്പ്, വാക്സിനേഷൻ നമ്മളെല്ലാവരും എടുത്തിരിക്കണം. അവസാനമായി അമിതവണ്ണം, അതായത് ഭക്ഷണ രീതിയിലൂടെയും ജീവിതശൈലിയിലൂടെയും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റാത്ത തരം കൂടുതൽ ദേഹത്തിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടിയാൽ, അമിതവണ്ണം വന്നാൽ അത് നിശ്ചയമായും കരൾ രോഗങ്ങളിലേക്ക് വഴിയൊരുക്കും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ബെറിയാട്രിക് സർജറി, അമിതവണ്ണം കുറയ്ക്കാനുള്ള ശസ്ത്രക്രിയ, അതും നമുക്ക് ഇത്തരണത്തിൽ നമുക്ക് നോക്കാവുന്നതാണ്. ഇത് പ്രതിരോധം ചികിത്സയെക്കാട്ടിലും മികച്ചതാണ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് കരൾ രോഗത്തിനെ പ്രതിരോധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ നമുക്കൊരു കരൾ രോഗത്തിൻ്റെ ഒരു സൂചന നമുക്കുണ്ടെങ്കിൽ, ടെസ്റ്റുകളിൽ നിന്നൊരു സൂചനയുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട. നമ്മൾ അടുത്തുള്ള ഒരു ഉദര കരൾ രോഗ വിദഗ്ധയെയോ സമീപിച്ച് നമ്മൾ സമയാസമയം ടെസ്റ്റുകളും അതിനുള്ള ചികിത്സയും നമ്മൾ ചെയ്യേണ്ടതാണ്. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഒപ്പമുണ്ട്. നമുക്കെല്ലാവർക്കും ചേർന്ന് കൈകോർത്ത് കരൾ രോഗത്തിനെ പ്രതിരോധിക്കാം.